ബിഗ് ബോസിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളായവരാണ് ജാസ്മിൻ ജാഫറും കോമൺ മത്സരാർത്ഥിയായി എത്തിയ റസ്മിൻ ബായിയും. ഷോ കഴിഞ്ഞതിനു ശേഷം ആദ്യ നാളുകളിൽ ഇവർ ഇതേ സൗഹൃദം നിലനിർത്തി. എന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടേയില്ല. എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ആരാധകർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പോഴത്തെ ചില ബന്ധങ്ങൾ എങ്ങനെ കൈവിട്ടു പോയി എന്നതിനെക്കുറിച്ച് റസ്മിൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഒരു ചാനലിലൂടെയാണ് പ്രതികരണം. ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറേ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്നെ മനസ്സിലാക്കാതെ പോയവരാണ്. മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും. പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു. ബിഗ് ബോസിലൂടെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത്. എന്നാലും ഞാൻ നന്നാവില്ല. ഓരോ വള്ളികളൊക്കെ പിടിച്ച് മുന്നോട്ട് പോകും. സൗഹൃദങ്ങൾ പോയത് തെറ്റിദ്ധരിച്ചിട്ടാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു. അതിലുള്ള നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ അത്രയേ ഉള്ളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. അവരുടെ മനസ്സിൽ അത് അത്രമാത്രം ഒട്ടിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന് തന്നെ വെക്കാം. വിട്ടുപോകും മുൻപ് ഞാൻ സംസാരിച്ചതാണ്, പക്ഷേ നിന്നില്ല. പോയി ഞാൻ, പക്ഷേ കാല് പിടിച്ചില്ല. എവിടെയും കാല് പിടിക്കാൻ നിൽക്കരുത്. സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാരണം ഉണ്ട്. സാധാരണ വഴക്കിട്ടാലും ഞാൻ അത് മറന്നു പോകും. അവരോട് പോയി ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കാരണവശാലും വേറൊരാൾ നമ്മളെ ചവിട്ടിത്താഴ്ത്താനോ ഒന്നിനും അനുവദിക്കരുത്. അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതാകും. നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ അടിമകളായി പോവുകയോ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് വേണ്ടതാണെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അത് മതി. ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ വലിയ സർക്കിൾ വല്ലാതെ ചുരുങ്ങും. അത് പിന്നീട് വീണ്ടും വീണ്ടും ചുരുങ്ങും. അതങ്ങനെ സംഭവിക്കും. അത് തിരിച്ചറിവാണ്, അനുഭവങ്ങളാണ്. നമ്മളെ മനസ്സിലാക്കുന്നവർ മതി ജീവിതത്തിൽ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവുകളോട് പ്രതികരിക്കാതിരുന്നത് അവർക്കെന്നെ വ്യക്തിപരമായി അറിയില്ല. അവർക്ക് ബിഗ് ബോസിൽ 1 മണിക്കൂറിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെ അറിയുള്ളൂ. ആ എപ്പിസോഡിന് മുൻപേയും പിൻപേയും വന്നതറിയില്ല. കുറേ ആളുകൾ പല കഥകളും ഉണ്ടാക്കുകയാണ്. റസ്മിൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് കേട്ടത്. ഈ കഥകളൊക്കെ എവിടെ നിന്ന് വന്നുവെന്നാണ് മനസ്സിലാകാത്തത്. ആ ഷോയൊക്കെ എൻജോയ് ചെയ്ത് വിടണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ ചിലർ നിർത്തിയിട്ട് പോകും. എന്തായാലും ഇപ്പോൾ വലിയ നെഗറ്റീവ് ഇല്ല. അല്ലെങ്കിലും നെഗറ്റീവ് കമൻറ്റിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്. അവർ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വരുന്നതാണ്. നീയൊക്കെ മുസ്ലിം അല്ലേ, തട്ടമിട്ട് നടന്നൂടെ എന്ന് ചില മുസ്ലിം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നും കമൻറ്റ് വരും. അവർക്ക് സത്യത്തിൽ എൻ്റെ ജീവിതം കണ്ട് അസൂയയാണ്. ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് സമാധാനിക്കാം. അല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നാണ് റസ്മിൻ പറഞ്ഞത്. എന്നാൽ ജാസ്മിനെ ഉദ്ദേശിച്ചാണോ റസ്മിൻ ഇത് പറഞ്ഞതെന്നാണ് കമൻറ്റുകൾ മുഴുവനും. ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല.